ദൈവം പുതിയതും നന്മയുടേതുമാകുന്ന അനേക വഴികൾ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി തരുന്നു. പലപ്പോഴും അതിൻ്റെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ പിൻപിലെ രഹസ്യം നമുക്ക് ഗ്രഹിക്കാവുന്നതിനേക്കാളും വലുതാണ്. യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 19 വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുന്നു. അതെ, മരുഭൂമിയിൽ വഴി ഉണ്ടാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിർജ്ജന പ്രദേശത്ത് നീരുറവകൾ അല്ലെങ്കിൽ നദികൾ ഉണ്ടാക്കുക എന്നതും വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇത്രയും പ്രയാസമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായാലും ദൈവം അതിൻ്റെ മുമ്പിൽ പുതിയതായി പലതും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2 അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ, സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു എന്നരുളി ചെയ്യുന്നു. അതെ, സകലത്തെയും പുതിയതാക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവം നമ്മളോടൊപ്പമുണ്ട്. സകലത്തെയും നന്മയാക്കി തീർക്കുവാൻ, അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതെ, ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു, എപ്പോഴും പുതിയത് കാണുമ്പോൾ കുട്ടികൾക്കും അനേകർക്കും അത് സന്തോഷവും വളരെ അനുഗ്രഹകരവുമാണ്. ചിലർ പുതിയത് കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്നു, പുതിയതിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നാൽ ദൈവം നമ്മൾക്ക് വേണ്ടി പുതിയതായി ഒരുക്കി തരുന്ന നന്മകൾ നാം കണക്ക് കൂട്ടുന്നതിനേക്കാൾ, ചിന്തിക്കുന്നതിനേക്കാൾ ആഴമേറിയതും പുതുമയുള്ളതുമാണ്. ഒരുപക്ഷെ നാം പാപിയായി ജീവിച്ചിരിക്കുന്ന കാലത്ത് നാം തകർന്ന് ക്ഷീണിതരായി നിരാശപ്പെട്ട് ലജ്ജിച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 5 അധ്യായം 17 വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതെ, ക്രിസ്തുവിൽ ഒരുവനായിത്തീരുമ്പോൾ പഴയ ജീവിത സ്വഭാവങ്ങൾ, സാഹചര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എല്ലാം മാറി പുതുമയുള്ളതായിത്തീരുന്നു. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ലോകപ്രകാരമുള്ള ഒത്തിരി പുതുമകൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചു വയ്ക്കാറുണ്ട്. എന്നാൽ ക്രിസ്തുവിലായാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒരു പുതുമ നിലനിർത്തുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതെ, 1 ശമൂവേലിൻ്റെ പുസ്തകം 10 അധ്യായം അതിൻ്റെ 6 വാക്യം, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കും എന്ന് പറഞ്ഞു. അതെ, ശൗൽ പ്രവാചകനാകുന്ന ശമൂവേലിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് പുറത്തു വരുമ്പോൾ ശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അതെ, ഇന്നലെ വരെ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളുമല്ലായിരുന്നു, പുതുമയുടെ അവസ്ഥയിലേക്ക് ദൈവം അവനെ നടത്തുവാനിടയായിത്തീർന്നു. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് 1 ശമൂവേൽ 10:9, അപ്പോൾ ദൈവം ശൗലിന് പുതിയൊരു ഹൃദയം കൊടുത്തു. അതെ, ഒരുവൻ പുതുമ പ്രാപിക്കുവാൻ തയ്യാറാകുമ്പോൾ, ആത്മാവിൻ്റെ കൃപാവരങ്ങളും നന്മകളും നിലനിർത്തുവാൻ തയ്യാറാകുമ്പോൾ ദൈവം അവന് പുതിയ ഹൃദയം കൊടുക്കുകയാണ്. അതെ, സങ്കീർത്തനം 51:10 ഇങ്ങനെ പറയുന്നു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അതെ, നിർമ്മല ഹൃദയം, സ്ഥിരതയുള്ള ആത്മാവ്, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം നൽകി തരുന്ന ഒന്നാണ്. അതെ, യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം അതിൻ്റെ 26 വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അതെ, പുതിയതൊന്ന് ചെയ്യുവാൻ കഴിവുള്ള സർവശക്തനാകുന്ന ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇന്നലകളിൽ നാം ദുഃഖിച്ച് വേദനിച്ച് തകർന്ന് പരാജയപ്പെട്ട് കിടക്കുന്ന ചില വഴികളിൽ ദൈവം പുതിയത് ചിലത് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അതെ, പുതിയതൊന്ന് ചെയ്യുവാൻ കർത്താവ് ഇന്നും ശക്തൻ തന്നെയാണ്.